ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദളപതി വിജയ് നായകനെ എച്ച് വിനോദ തിരക്കഥ ഇറക്കി സംവിധാനം ചെയ്ത് ജൂലൈ 23 തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് ജനനായകൻ. ചിത്രം ഇന്ന് ബുധനാഴ്ചയുടെ 7 ദിവസം, അതായത് ഒരു വാരം പിന്നിടുകയാണ്. 6-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ 59 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ കേരളത്തിൽ സിനിമ 6 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 14,48 ലക്ഷം രൂപയാണ്. തമിഴ്നാട്ടിൽ ഇന്നലെ ചൊവ്വാഴ്ച കളക്ട് ചെയ്തത് 5,60 ലക്ഷം രൂപയാണ്. അങ്ങനെ 106,61 ലക്ഷം രൂപയാണ് ആദ്യ 6 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നും സിനിമയ്ക്ക് ഷെയറായി കിട്ടിയിരിക്കുന്നത് 52,44 ലക്ഷം രൂപയാണ്. കർണാടകയിൽ ഇന്നലെ ചൊവ്വാഴ്ച 1,11 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 6 ദിവസം കൊണ്ട് കർണാടകയിൽ 27,05 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ആന്ധ്രയിൽ 6,32 ലക്ഷം രൂപയും തെലങ്കാനയിൽ 6,42 ലക്ഷവും ഉൾപ്പെടെ 12,74 ലക്ഷം രൂപയാണ് തെലുങ്ക് കളക്ഷൻ. നോർത്ത് ഇന്ത്യ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 19,75 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 6 ദിവസം കൊണ്ട് 180,63 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയ്ക്ക് വിദേശത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത് $8.24 മില്യൺ, അതായത് 79 കോടി രൂപയാണ്. ടോട്ടൽ 259,63 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി 7-ാം ദിവസമായ ബുധനാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 45 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 14,90 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 10,11 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 7 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 270 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ജൂലൈ 24 തിയേറ്ററിലെത്തി മികച്ച ഹോൾഡുകളെടുത്ത് മുന്നോട്ട് പോകുന്ന തെലുങ്ക് സിനിമയാണ് ചെന്നൈ ലവ് സ്റ്റോറി. രവി നമ്പൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കിരൺ അബ്ബവരം, ഗൗരി പ്രിയ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ 5 ദിവസത്തെ വിശദമായ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്ന് 5 ദിവസം കൊണ്ട് 11,46 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ തെലങ്കാനയിൽ 12,87 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. കർണാടകയിൽ നിന്ന് 2,73 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 27,40 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് $6,70,000, അതായത് $6,42 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. ടോട്ടൽ 33,82 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി 5 ദിവസം കൊണ്ട് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. 6-ാം ദിവസം കൂടിയായ ഇന്ന് ബുധനാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 3.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 6 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 37 കോടിക്ക് മുകളിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. ജൂലൈ 10 തിയേറ്ററിലെത്തിയ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ തെലുങ്ക് സിനിമയാണ് ലെനിൻ. ചിത്രത്തിന്റെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 19 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ആന്ധ്രയിൽ 28,79, തെലങ്കാനയിൽ 27,86, കർണാടകയിൽ 6,23, തമിഴ്നാട്ടിൽ 59,50,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 40 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 63,68 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് നിന്ന് $1.43 മില്യൺ, അതായത് 10,66 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 74,34 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. ജോജു ജോർജ് നായകനായി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ജൂലൈ 16 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വരവ്. ചിത്രം ഇന്ന് ബുധനാഴ്ചയുടെ 14 ദിവസമാണ് പിന്നിടുന്നത്. 13-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ 5,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 13 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 5,96 ലക്ഷം രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി 6,23 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 8,31 ലക്ഷം രൂപയാണ്. ജൂലൈ 24 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മഹാരാജ ഹോസ്റ്റൽ. ഈ സിനിമ 5-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 3 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5 ദിവസം കൊണ്ട് 40 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 18,38,000 രൂപ ഈ സിനിമയ്ക്ക് ഷെയറായും കിട്ടിയിട്ടുണ്ട്. ധമാൽ 4 തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 20 ദിവസമാണ് പിന്നിടുന്നത്. ചിത്രം 19-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച ഇന്ത്യൻ ഗ്രോസായി കളക്ട് ചെയ്തത് 2,64 ലക്ഷം രൂപയാണ്. അങ്ങനെ 19 ദിവസം കൊണ്ട് ഈ സിനിമ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് 188,08 ലക്ഷം രൂപയാണ്. വിദേശത്ത് 22,62 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 210,70 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 81 കോടിക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയ്ക്ക് 95,51 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഷെയറായി കിട്ടിയിട്ടുള്ളത്. ജൂലൈ 10 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഇതേ മുരളി. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച തമിഴ്നാട്ടിൽ 7 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 20,95 ലക്ഷം രൂപയാണ് 19 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസായി 25,25 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് 5,21 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് ഗ്രോസായി 19 ദിവസം കൊണ്ട് 30,46 ലക്ഷം രൂപയാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. 14 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമയ്ക്ക് 14,35 ലക്ഷം രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. ജൂലൈ 17 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് അൻപേഡ യാന. ഈ സിനിമ ഇന്നലെ തമിഴ്നാട്ടിൽ 11 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 12 ദിവസം കൊണ്ട് 4,72 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ. ഇന്ത്യൻ ഗ്രോസായി 4,99 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 5,53 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ജൂലൈ 24 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത പഞ്ചാബി സിനിമയാണ് ഇഷ്ക് നാമ. ഈ സിനിമ 5-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച ഇന്ത്യൻ ഗ്രോസായി കളക്ട് ചെയ്തത് 1,14 ലക്ഷം രൂപയാണ്. 5 ദിവസം കൊണ്ട് 5,86 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് 1,51 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 5 ദിവസം കൊണ്ട് തന്നെ ലോകമെമ്പാടുമായി 7,37 ലക്ഷം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്.
കരവാലി എന്ന കന്നഡ സിനിമ തിയേറ്ററിലെത്തിയതും ജൂലൈ 24-നാണ്. ഈ സിനിമ 5-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കന്നഡയിൽ നിന്ന് കളക്ട് ചെയ്തത് 55 ലക്ഷം രൂപയാണ്. അങ്ങനെ 5 ദിവസം കൊണ്ട് കന്നഡയിൽ നിന്ന് 4,53,00,000 കളക്ട് ചെയ്ത ഈ സിനിമയ്ക്ക് 2,22 ലക്ഷം രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.